നമ്മൾ സിനിമയിൽ എത്തിയല്ലോ, നമുക്ക് നമ്മളെ സിനിമയിൽ എത്തിക്കാൻ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ഒരു പേര് പറയാൻ പറഞ്ഞാൽ. എന്റെ പേരല്ലോ, എന്റെ പേര് വേറെ ആരെ ഞാൻ പറയാം. അല്ല എനിക്ക് അങ്ങനെ നമ്മളങ്ങനെ അച്ഛനും അങ്ങനെ അപ്പൂപ്പനൊന്നും അങ്ങനെ ആക്ടേഴ്സ് അല്ല. നമ്മള് തന്നെ നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മുടെ ആഗ്രഹം നടന്നു തന്നെ പറഞ്ഞ പോലെ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓഡീഷൻ ഒത്തിരി പോയിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ എന്തോരം ഓഡീഷൻ എണ്ണാൻ പോലും പറ്റുന്നില്ല. പിന്നെ അതിന് പ്രശ്നം ഇവിടെ മലയാളം ഹിന്ദി തമിഴ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ കുഴപ്പം? മുട്ടിയല്ലേ ഡോർ തുറക്കുള്ളൂ, തുറക്കപ്പെടുന്ന പിന്നെ മുട്ടാതെ ഇങ്ങനെ നമ്മൾ നോക്കി ആര് ഡോർ തുറന്നാലേ. അപ്പൊ എന്റെ പ്രോസസ് അല്ലേ നേരത്തെ വെച്ച പോലെ അതിന്റെ ഒരു ഭാഗമാണത്. നമുക്ക് നിരാശ തോന്നിയിട്ടുണ്ടോ? നിരാശയല്ല, നമ്മളാ ഒരു എന്താ പറയുക, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിരാശയല്ല. അതൊരു ജേണിയാണ്, ഇതൊരു മൊത്തത്തിലൊരു ജേണിയാണ്. ഞാൻ ഇത്രയും വർഷം ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു നിരാശയല്ല, അതൊരു ലേണിംഗ് ആണ്. ചിലപ്പോൾ റിജക്ഷൻസ് ഒരു ലേണിംഗ് ആയിരിക്കും, ചിലപ്പോൾ അവിടെ നമ്മളെ നന്നാക്കാനുള്ള ഒരു അവസരം കൂടി ആയിരിക്കും അവർ കാണിച്ചു തന്നെ. നീ ചെയ്തൊരു തെറ്റായിരിക്കും, നമ്മൾ വിചാരിക്കാൻ നല്ലൊരു സാധനം നമ്മൾ കൊടുത്തതായിരിക്കും, പക്ഷെ ചിലപ്പോൾ അത് ബെറ്റർ ആക്കാൻ നമ്മൾ ഇനിയും ബെറ്റർ ആവണം അല്ലെ. നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് കിട്ടാതെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അല്ലെ? അതൊക്കെ ഒത്തിരി വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയ അവസരങ്ങളുണ്ട്, ഇല്ലെന്നില്ല, ഉണ്ടാക്കിയ അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ സൗഹൃദങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള സംസാരത്തിൽ നമ്മളത് ഒരു പരിധി വരെ നമ്മളെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഇനി മുന്നോട്ട് പോകണമല്ലോ. ഇത് പിടിച്ചുകൊണ്ടിരുന്നത് നമ്മളത് ആ ഒരു കാര്യം നമ്മൾ ഉള്ളിൽ പിടിച്ചുകൊണ്ടിരുന്നത് ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. സുഹൃത്തുക്കളില്ലേ, അവരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? അല്ല അവരൊക്കെ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. അതാണ് പറഞ്ഞത്, അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴേ അവരൊക്കെ ഭയങ്കര ജെന്യുവൻലി, ഇപ്പൊ കൊള്ളൂലേ എന്ന് പറയുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ഉള്ളവർ. അവരുടെ നിന്നൊക്കെ ഉള്ളൊരു അവരിപ്പോഴും ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് മുമ്പ് അവർ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാം, എത്ര മണിക്ക് അടുത്ത പരിപാടി എന്നൊക്കെ ചോദിച്ച് അവരത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഇതാണ്. അവർക്കും അവരുടെ വിജയമാണ് ശരിക്കും, എന്റെ വിജയമല്ലോ. നമ്മളെ ആ ഒരു അവസ്ഥയിൽ നമ്മളെ ഇമോഷണലി സഹായിച്ച സുഹൃത്തുക്കളുടെ വിജയമാണുള്ളത്. അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഇപ്പൊ ഫാമിലിക്കായാലും അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിനായാലും പിന്നെ ഇൻഡസ്ട്രിയിനകത്തുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ സംവിധായകരും നമ്മൾ അറിയുന്നവർ അവരെ നമ്മൾ വിളിച്ച് പറയുമ്പോഴും അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിജയിച്ച പോലെയാണ് നിന്റെ ഒരു സംഭവം കയറി വരുമ്പോൾ, നല്ലൊരു സാധനം കയറി വരുമ്പോൾ. അപ്പൊ ഈ ജിത്തു ജോസഫ് എന്ന സംവിധാനത്തിലേക്ക് ശങ്കറിനെ എത്തിക്കുന്ന ആരാണ്? അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു ഇവര് ശാന്തി ചേച്ചിയും ഷിജു ചേട്ടനുമാണ്, ശാന്തിയുടെ ഹസ്ബൻഡുമാണ് എന്റെ ഒരു സംഭവം കണ്ടത്. അപ്പൊ എന്റെ ഏതൊരു പെർഫോമൻസ് എന്തോ കണ്ടപ്പോൾ അവർ സാറിന്റെ അടുത്ത് കാണിക്കുകയും അങ്ങനെ ഒരു ദിവസം എനിക്കിങ്ങനെ സാറ് വിളിക്കുമെന്ന് പറഞ്ഞു ശാന്തി ചേച്ചി. ഒരു ദിവസം ഞാനൊരു വെബ് സീരീസ് ഷൂട്ടിലായിരുന്നു വേറെ ആലപ്പുഴയിൽ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എനിക്കൊരു വാട്സാപ്പിലൊരു സന്ദേശമാണ്, ജിത്തു സാറിന്റെ വോയിസ് ആണ്, ഞാൻ ജിത്തു ജോസഫ്, ഇങ്ങനെ അടുത്ത മാസം ഞാൻ തുടങ്ങാൻ പോകുന്ന മോഹൻലാൽ സാറിന്റെ പ്രൊജക്ടില് ഒരു പ്രധാന കഥാപാത്രമുണ്ട്, അത് ശീലൻ ശങ്കർ കേരളത്തിൽ. ഇല്ല അതിട്ട് കാറിന്റെ ബ്ലൂടൂത്തിലൊക്കെ കുത്തിയത് എല്ലാരും അടച്ചു വെച്ചിട്ട്. അപ്പൊ നമുക്കതൊരു ഇതാണല്ലോ, അത് നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് സംഭവിക്കുകയാണ്. പിന്നെ സാറിന്റെ വീട്ടിൽ പോയി സാറും മാമും ഉണ്ട്, ലിൻഡ മാം ഉണ്ടാണ് സാറിന്റെ വൈഫ്, പിന്നെ ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അവരൊരുമിച്ചിരുന്ന് കഥ ചെയ്യും. പിന്നെ അങ്ങനെ തന്നെ സാറ് പറഞ്ഞു, മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.